ഇംലി, നിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കാണാൻ നല്ല രസമുണ്ട്. ജിണ്ടു, നീ നിന്റെ കുട്ടിക്കാലത്തെ ആൽബം കൊണ്ടുവന്ന് കാണിക്ക്. ഞങ്ങൾ എല്ലാവരും ഒന്ന് കാണട്ടെ കുട്ടിക്കാലത്ത് നിന്നെ കാണാൻ എങ്ങനെയാ ഇരുന്നതെന്ന്. എന്റെ കയ്യിൽ അതിന് ആൽബങ്ങളൊന്നുമില്ല. പക്ഷേ വീർ, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റും. കുഞ്ഞു ജിണ്ടുവിനെ കാണാൻ നല്ല രസമുണ്ട്. ഹായ്, ഹൗ ക്യൂട്ട്. ഹായ് ബേബി ജിണ്ടു, ഇങ്ങ് വാ. ഇവനിതെവിടെ പോയി? ജിണ്ടു, ജിണ്ടു. ഇവനെ കാണാതായ പിന്നെ കണ്ടുപിടിക്കാൻ വലിയ പാടാ. ജിണ്ടു, നിന്നെ കാണാൻ എങ്ങനെയായിരുന്നു ഞങ്ങൾ കണ്ടു. ഇനി പഴയതുപോലെയാവ്. ജിണ്ടു, വേഗം താഴെ. താഴെ വീണ എന്തെങ്കിലും പറ്റും. ഇംലി, അവൻ ജിന്നാണ്. അവൻ ഒന്നും തന്നെ പറ്റില്ല. ജിണ്ടു, നീ വേഗം പഴയതുപോലെയാവ്. ജെറ്റ് ഷൂസ് ഓൺ. ജെറ്റ് ഷൂസ് ഓൺ. എല്ലാം വട്ടത്തിൽ കിടന്ന് കറങ്ങുവാണല്ലോ. എനിക്ക് തല കറങ്ങുന്നു. ഫാൻ ഓഫ് ചെയ്യ്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അപ്പൂപ്പ, ജിണ്ടു ഇപ്പൊ ഞങ്ങളെ എല്ലാരെയും അവന്റെ കുട്ടിക്കാലം കാണിക്കായിരുന്നു. എന്നിട്ട് വലുതായതുമില്ല. അവന് വലുതാവാൻ പറ്റുന്നില്ല. മാത്രമല്ല അവൻ വീട് മുഴുവൻ നാശമാക്കുകയും ചെയ്തു. അവനെ എന്റെ ലാബിലേക്ക് പോകാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ അവൻ എന്റെ ലാബ് മുഴുവനും നാശമാക്കും. അപ്പൂപ്പ, അവൻ ഓൾറെഡി ലാബ് മൊത്തം കൊളമാക്കി. ഓ നോ! വീടിന്റെ എല്ലാ വാതിലുകളും അടയ്ക്ക്. ഇവ പുറത്തെങ്ങാനും പോയി കഴിഞ്ഞാ പിന്നെ ആകെ പ്രശ്നമാവും. ജിണ്ടു, മതി ഓടിയത്. അവിടെ നിന്നേ. ഇനി നിനക്ക് ഓടാനൊന്നും സ്ഥലമില്ല. അവനെ പിടിക്കും വീർ. പുറത്തു പോയി അവനെല്ലാം തരിപ്പണമാക്കും. അല്ല, ഈ തക്കുടുക്കുട്ടൻ ബാവ ആരുടെയാ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് ആരുടെ കുഞ്ഞാണെന്ന്? കുഞ്ഞിനെ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്? കുഞ്ഞേ, നീ ഈ കാറിനകത്ത് തന്നെ ഇരിക്കെ. നിന്നെ ഇവിടെ ആരാ വിട്ടിട്ട് പോയതെന്ന് ഞാൻ നോക്കട്ടെ. മോനെങ്ങനെ കാർ സ്റ്റാർട്ടാക്കിയത്? കള്ളൻ, കള്ളൻ, അവിടെ നിക്കേ. ഈ ചെറുപ്രായത്തിലെ നീ മോഷണം തുടങ്ങിയോ? ജിണ്ടു, അവിടെ നിക്കേ. അയ്യോ, ഞാൻ ഈ കഴിച്ചോണ്ടിരുന്ന സാധനങ്ങളൊക്കെ എവിടെ പോയി? അയ്യോ, ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്താ? എന്റെ ഐസ്ക്രീം മുഴുവൻ മോഷണം പോയി. കള്ളൻ! അയ്യോ, ആരോ മോഷ്ടിച്ചോണ്ട് പോയി. കള്ളൻ, കള്ളൻ, കുട്ടിക്കള്ളൻ.
കുട്ടിക്കള്ളൻ, ആ കുട്ടിക്കള്ളൻ എന്റെ കാറ് കൊണ്ടുപോകുന്നേ. നോക്ക്, ജിൻടു ചഡ്ഡാങ്കളുടെ കാർ എടുത്തോണ്ട് പോയി. ഞാൻ റോബോബോയായി മാറി അവനെ ചേസ് ചെയ്യേണ്ടി വരും. വിങ് സ്യൂട്ട് ഓൺ. വിങ് സ്യൂട്ട് ഓൺ. റോബോബോയ്, എന്റെ കാറ് കള്ളന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചതാ. പ്ലീസ് റോബോബോയ്. ഒന്ന് മതിയാക്ക് ജിൻടു, നീ എല്ലാവരെയും ഒരുപാട് കഷ്ടപ്പെടുത്തി. വേഗം നീ വലുതാവ്, വേഗം. അല്ല, ഇവനിത് എവിടെ പോയി? അവനെ പിടിക്കാൻ ഭയങ്കര പാടാ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന പോലെ ഒരു ജിന്നിനെ പിടിക്കാൻ വേറൊരു ജിന്നിനെ പറ്റൂ. വെരി ഗുഡ് ഐഡിയ എംലി, ഞാൻ ഇപ്പൊ വരാം. ആരെങ്കിലും ഉണ്ടോ? ഹെൽപ്പ്, ഞങ്ങൾക്ക് ഹെൽപ്പ് വേണം. ഹെൽപ്പ്. ഹലോ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അകത്തു നിന്ന് ആരും വരുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ ആരെങ്കിലും അകത്തേക്ക് പോണം. അപ്പ ഹെൽപ്പ് കിട്ടിയാലോ? നീ പറയുന്നത് ശരിയാണ്, ഞാൻ ഇപ്പോൾ വരാം. ഈ ജൂനിയർ വീർ അകത്തേക്ക് പോയി സഹായം ചോദിക്കും. ആരെങ്കിലും വരികയാണെങ്കിൽ ബാക്കി നീ അവരോട് സംസാരിക്കണം. നിന്റെ ശബ്ദം ഇവനിലൂടെ ആ ആളിലേക്ക് എത്തുകയും ചെയ്യും. എന്തു പറ്റി? നീ ആരാണ്? ഇവിടെ എങ്ങനെയാണ് എത്തിയത്? ജിൻടു 1 വയസ്സുള്ള കുട്ടിയായി മാറി. അവനിപ്പോ വലുതാവുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. നീ പൊയ്ക്കോ, ഞാൻ അവന്റെ മുത്തശ്ശനെ വിവരം അറിയിച്ചോളാം. ഇത് തിരിച്ചു വന്നല്ലോ. ഹലോ എവരിബഡി, ഞാൻ ജിൻഡുവിന്റെ മുത്തശ്ശനാണ്. ജിൻഡുവിന് എന്താണ് പറ്റിയത്? അവൻ എങ്ങോട്ടാണ് പോയത്? എനിക്ക് വിശന്നിട്ട് വയ്യല്ലോ. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറയൂ. ആ സമയം കൊണ്ട് ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഈ കഴിക്കുന്നത് കുടിക്കുന്നതൊക്കെ ഇവർക്ക് പാരമ്പര്യമായിട്ടുള്ള അസുഖമാണ്. ഇതൊരു അസുഖമല്ല, ആഗ്രഹമാണ്. അയ്യോ, സോറി. കണ്ടില്ലേ, എന്ത് ഓമനത്തുള്ള കുട്ടിയാ. ഈ ചെറുപ്രായത്തില് കാറൊക്കെ ഓടിച്ചു നടക്കുന്നത് കണ്ടില്ലേ? കാർ ഓടിക്കുവല്ല, കാറ് പറത്തുകയാണ്. സർ, നിങ്ങൾ എന്തിനാണ് നിലവിളിച്ചത്? എന്താ പറ്റി? ഓ, ക്യൂട്ട് ക്യൂട്ടി. പക്ഷെ ഇതെങ്ങനെയാ പ്ലെയിനിന്റെ പുറത്തിരിക്കുന്നത്? അപ്പോ അതാണോ കാര്യം? അവനിപ്പോ ഒരു കുട്ടിയായിരിക്കുകയല്ലേ. അതുകൊണ്ട് അവനിപ്പോ വലുതാകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, ജിൻഡുവിന്റെ ജീവിതത്തിൽ കുട്ടിക്കാലത്തിൽ വലിയൊരു സംഭവമുണ്ടായി. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, മുത്തശ്ശ, കുട്ടിക്കാലത്തെ കാര്യമൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നിങ്ങളുടെ മാജിക് ഉപയോഗിച്ച് അവൻ ഇങ്ങോട്ട് വിളിക്കേ. അവൻ സ്വയമേ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാവാതെ എനിക്കവനെ ഇങ്ങോട്ടേക്ക് വിളിക്കുവാൻ കഴിയുകയില്ല. കാരണം അവന്റെ കയ്യിലും മാന്ത്രിക ശക്തി ഉണ്ടല്ലോ. വരൂ, നമുക്കവന്റെ അടുത്തേക്ക് പോകാം. മുത്തശ്ശ, ഇവരെല്ലാം ഫ്രീസാക്ക്. നമ്മുടെ
മാജിക് ഒന്നും ഇവരാരും കാണണ്ട. നമ്മുടെ ജിണ്ടു ഭയങ്കര വികൃതിയാണ്. പണ്ടവന്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ രസകരമായൊരു സംഭവം ഉണ്ടായെന്നേ. അന്ന് എന്താണ് സംഭവിച്ചെന്ന് അറിയാമോ? മുത്തശ്ശ, അവനെ ആദ്യം ഇങ്ങോട്ട് തിരിച്ചു വിളിക്കൂ പ്ലീസ്, അല്ലെങ്കിൽ അവൻ വേറെ എവിടെങ്കിലും പോവും. ആ ശരി ശരി ശരി. ജിണ്ടു, മര്യാദയ്ക്ക് താഴേക്ക് വാ. എന്തൊക്കെയായി സംഭവിക്കുന്നേ? നിങ്ങളെന്താ ഒന്നും ചെയ്യാത്തെ? ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പക്ഷെ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാവുന്നേയില്ല. ഇനി ഞാൻ എന്റെ സൂപ്പർ പവേഴ്സ് പുറത്തെടുത്തേ മതിയാവൂ. ഇത്രയും നേരം കൊച്ചുകുട്ടിയല്ലേ എന്ന് കരുതി ചെറിയ ചെറിയ മന്ത്രശക്തികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.